ഹായ് ഗായ്സ്. അപ്പം എനിക്കും കിട്ടി. ഐ ഓൾസോ ഗോട്ട് സം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള പലരും ചിലപ്പം അയ്യോ അയ്യോ ആൾക്ക് കിട്ടി എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നവർ കാണും. ഓക്കെ, അവരോടൊക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവരോടും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പറയുന്നതിന് മുന്നേ നിങ്ങൾ വിചാരിക്കും ഈ പെങ്കൊച്ചിന് പെട്ടെന്ന് ഇത്രയും ധൈര്യം എവിടെ നിന്ന് കിട്ടിയ, ഈ പെണ്ണെന്ത് ഇങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. ഞാൻ സംസാരിക്കും ഗൈസ്, ഞാൻ പണ്ടേ സംസാരിക്കും. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമായിട്ട് ഇങ്ങനെ കംഫർട്ടബിളായി ഇങ്ങനെ വരെയാണ്. ആക്ച്വലി ഞാൻ സംസാരിക്കാൻ തുടങ്ങിയ ഈ കുറച്ച് കാണുന്ന വ്യക്തികളെ പോലെ ആവും സംസാരിച്ച് തുടങ്ങുമ്പം. ഇനി അഥവാ എൻ്റെ സ്വഭാവം കുറച്ചുകൂടെ എന്നെ മാറ്റിയാണെങ്കിൽ അങ്ങനെ രീതിയിലൊക്കെ എനിക്ക് ഞാൻ സംസാരിക്കും, പക്ഷെ ഞാൻ അങ്ങനെ അധികം റിയാക്ട് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ കാര്യത്തിലോട്ട് കിടക്കാം. കിട്ടി. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാനുണ്ട്. ആദ്യം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ പറ്റിയാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ, പ്രാർത്ഥിക്കുന്നവർക്ക് ഒരുപാട് താങ്ക് യു. എനിക്ക് വേണ്ടി എനിക്ക് നല്ലത് വരണമെന്ന് പ്രാർത്ഥിക്കുന്നത് എൻ്റെ അമ്മയുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെയും കുറേ ഫ്രണ്ട്സ് ഉണ്ട് നല്ലത് വരണമെന്ന് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ചില നല്ല ബന്ധങ്ങളുണ്ട്, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ. ചില നല്ല സൂപ്പർ ബന്ധങ്ങളുണ്ട്, കുറേ നല്ല ശത്രുക്കളെയൊക്കെ തന്നിട്ട് ആ നല്ല ബന്ധങ്ങൾ എന്നെപ്പറ്റി ഇങ്ങനെ പറയുക, ബാക്കിയുള്ളവരോട് പറയുക, എന്താ ആ കുട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ ഇങ്ങനെ പറയുക. ഞാൻ ഇതൊന്നും അറിയില്ലെന്നാരും വിചാരിക്കും. ഓ, ഞാനത് അറിയുന്നുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി മാറ്റി വെച്ച് എന്നെ വേണ്ടി ഇങ്ങനെ പറയുന്ന എല്ലാ നാളുകൾക്കും സോറി, നന്മയുള്ളവർക്കും താങ്ക് യു. കാരണം എന്നെ പറ്റി ഇങ്ങനെ പറയുമ്പം എൻ്റെ അടുത്ത് ഒരു സാറ് പറഞ്ഞിട്ടുള്ളതാണ്, മോഡലിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പറ്റി കുറ്റം പറയുന്നവരെ നമ്മൾ ഒരു നിമിഷം നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മളൊന്നും ആയില്ലെങ്കിൽ നമ്മളെ പറ്റി ആരും നമ്മൾ കുറ്റം പറയില്ല. നമ്മളെന്തോ ആണ്, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് എന്തെങ്കിലും ആണ് എന്ന് തോന്നുമ്പോഴായിരിക്കും നമ്മളെ പറ്റി കുറ്റം പറയുള്ളൂ. എനിക്കൊന്നും അവർക്ക് ഇനി എന്നെ കണ്ട പേടിയാണോ, ലൈക്ക് എൻ്റെ ടാലൻ്റ് ഒക്കെ കണ്ടിട്ട്, എൻ്റെ കഴിവ് കണ്ടിട്ട്. പിന്നെ എൻ്റെ റിലേറ്റീവ്സിനെ അല്ല കേട്ടോ ഞാൻ പറയണത്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരെയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എൻ്റെ കുറച്ച് അടുത്ത ബന്ധുക്കളുണ്ട്, എൻ്റെ അമ്മമ്മയിലും മാമനും മാമിയും അങ്ങനെ അവരെയല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ബന്ധുക്കളൊന്നും അല്ല ഞാൻ പറയുന്നത്, എൻ്റെ കൂട്ടുകാരുണ്ട്, അവരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇനി അവരെ തോപ്പിക്കണോ? പക്ഷെ ആരെയും ഞാൻ തോപ്പിക്കാനൊന്നുമല്ല ഞാൻ നടക്കുന്നത്. എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ അമ്മയെ, എൻ്റെ അമ്മ എന്നെ ഒറ്റയ്ക്കാണ് നോക്കിയത്. സോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അമ്മ എനിക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ, അമ്മ ആഗ്രഹിച്ച ഒരു ജീവിതമുണ്ട്, അമ്മ കൊതിച്ച ഒരു ജീവിതമുണ്ട്, അതെനിക്ക് കൊടുക്കണം. എല്ലാ മക്കളുടെ ആഗ്രഹമാണത്. പക്ഷേ എല്ലാ മക്കളും അത് ശ്രമിക്കാറില്ല. നമ്മൾ ട്രൈ ചെയ്ത് എൻ്റെ ട്രൈയിൽ അവൾ വീഴുമെന്ന് പറയത്തില്ല ഒരു സിനിമയിൽ, അതേപോലെ നമ്മുടെ ട്രൈയിൽ എന്തായാലും നമ്മുടെ ആഗ്രഹം വീണിരിക്കും. പക്ഷെ അതിനിടയ്ക്ക് നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ഒന്നും കൊണ്ടുവരാതിരിക്കുക. പിന്നെ നിങ്ങൾ ഈ പറയുന്നില്ലേ ഈ നല്ല ബന്ധങ്ങൾ, ഞാൻ കുറേ എഴുതി വെച്ചിട്ടുണ്ട്, ലൈക്ക് കുറേ എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയണമെന്ന്. കാരണം എനിക്ക് മറവിയുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര മറവിയൊന്നുമില്ല. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ പറഞ്ഞു നമ്മൾ നോക്കണമല്ലോ. അപ്പം ഈ ഇവർ ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്തെന്നും പറഞ്ഞ് ഞാനൊരു കയറെടുത്ത് വലിച്ച് കെട്ടിയിട്ട് അല്ലെങ്കിൽ തൂങ്ങാൻ പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കട്ടെ. അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ല. കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ ഞാൻ അതല്ല. ഇപ്പോൾ പുതിയൊരു ആദിത്യയാണ്. പുതിയ കുറേ വിഷമങ്ങളായിട്ടുള്ള പഴയ വിഷമങ്ങൾ നമ്മൾ കളയാം. ചാർലി ചാപ്ലിൻ പറയുന്ന പോലെ ഒരു കോമഡിക്ക് നിങ്ങൾ ഒരു വട്ടം ചിരിക്കുമെങ്കിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു വട്ടമേ കരയാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യത്തിന് ഒരു വട്ടം കരയാൻ വിചാരിച്ചു. പക്ഷെ ആ കാര്യം തന്നെ 100 രീതിയിൽ ചിന്തിച്ചിട്ടായിരിക്കും ഞാൻ കരയുന്നത്. അപ്പം വിചാരിക്കും എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര വിഷമത്തിലായി, ഞാനിങ്ങനെ സങ്കടപ്പെട്ട് ദുഃഖത്തിലായി ഞാനൊരു മൂലയ്ക്ക് പോയി കരയുമെന്ന്. പണ്ടത്തെ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു, ഇപ്പോഴത്തെ ഞാൻ അങ്ങനെ ചെയ്യില്ല. എനിക്ക് അതിനുള്ള ആഗ്രഹമില്ല. ഇപ്പോൾ അതിനെക്കാട്ടി ഒരുപാട് കഷ്ടതകളിലൂടെയാണ് കടന്നു വന്നത്, സാമ്പത്തികപരമായും അല്ലെങ്കിൽ ഇപ്പം ലൈക്ക് ഫുഡിന് പോലും ഉള്ള ഒരു കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഇപ്പം ഷോയ്ക്കോ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിന് പോകാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട്, പൈസയ്ക്ക് ഒരുപാട് പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തിന് ഈവൻ ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ പോലുമുള്ള ആ ഒരു സാമ്പത്തിക അവസ്ഥയിലൂടെയല്ല പോകുന്നത്. എൻ്റെ കുറച്ച് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചിട്ടുള്ളൂ. അതിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ടീച്ചർ, നല്ല ടീച്ചറാട്ടോ, പാവം ടീച്ചർ, എനിക്ക് ഒരു കുട്ടിയുടെ നിന്ന് വാങ്ങിച്ചു തന്നെയാണ്. പിന്നെ ഒരു ടെക്സ്റ്റിൻ്റെ പൈസ കൊടുത്ത് ഒരു ടെക്സ്റ്റിൻ്റെ ടീച്ചർ വന്നില്ല. കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ എല്ലാത്തിനും ടെക്സ്റ്റൊന്നുമില്ല. എനിക്ക് പഴയ എന്താ പറയുക, എൻ്റെ നോർമൽ ഫേസ് എന്ന് പറഞ്ഞാൽ, പക്ഷെ ഞാൻ സംസാരിച്ച് പറഞ്ഞാൽ ലൈക്ക് മറ്റേ സക്കീറെ പോലെ പാട്ട് പാടിയാലും നടക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ, എൻ്റെ ക്ലാസ്സിലുള്ള. സോ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ സീനിയേഴ്സിനായിട്ട് അങ്ങനെ വലിയ ഒരു പരിചയമൊന്നുമില്ല. അപ്പം എനിക്കങ്ങനെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങാനും എനിക്ക് ഞാൻ പറയാലോ, എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കാൻ ഇപ്പോഴും ആ ഒരു ട്രോമാറ്റിക് ലൈഫിൽ നിന്ന് ഇങ്ങ് വന്നിട്ടില്ല എന്നും പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ വെട്ടം പോയോ കാണാമോ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ കാണും. നമ്മൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും വിഷമാവോ എന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിലൊരു കാണും. അത് ഞാൻ പക്ഷെ കുറേയൊക്കെ മാറി. കാരണം ഇപ്പം ഞാൻ എല്ലായിടത്തും മിണ്ടുന്നുണ്ട്, ഞാൻ അത്യാവശ്യം എല്ലായിടത്തും. പക്ഷെ ഞാൻ പറയാമല്ലോ, പെട്ടെന്ന് എനിക്ക് ഈ സീനിയേഴ്സ്
എനിക്ക് സീനിയർ ചേച്ചിമാരെ ഇതാണ്. പിന്നെ നെഗറ്റീവ് കമൻറ്റ്സ്, അതിനെപ്പറ്റി എനിക്ക് കുറേ പറയാനുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ അത് പറയുന്നത് എനിക്ക് പറഞ്ഞ് മടുത്ത കാര്യങ്ങളാണ്. പക്ഷേ എനിക്ക് വീണ്ടും പറയേണ്ട അവസ്ഥ വന്നു. കാരണം സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനെക്കാട്ടി മുമ്പാണ് അവരത് ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. ഹൂ ആർ ദ പേഴ്സൺസ്? ആരാണ് അവന്മാരൊക്കെ? ഏതാണ് ആ നാറികളെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം പെട്ടെന്നൊരു കച്ചറത്തപ്പം വെച്ചൊരു തെറി ഇടുക, എന്നിട്ട് ഓൺ ദ സ്പോട്ട് അത് ഡിലീറ്റ് ചെയ്യുക. ഏതാണ് ആ ഫേക്ക് അക്കൗണ്ടുകളെന്നോ എൻ്റെ കൂടെ നടന്നിട്ട് എന്നെ ഇങ്ങനെ കൂടെ നടന്നതെന്നല്ല, കൂടെ നടന്നിട്ട് ഉള്ളവരിങ്ങനെ ഇടുന്നതാണോന്നൊന്നും എനിക്കറിയില്ല. എനിക്കത് ചിന്തിക്കാനും എനിക്ക് വളരെയധികം എനിക്ക് സമയമില്ല. കാരണം ഞാൻ ഇപ്പം വലിയൊരു കുട്ടിയായി കഴിഞ്ഞു, +1 പഠിക്കുന്ന വലിയൊരു കുട്ടിയായി കഴിഞ്ഞു. അപ്പം എനിക്ക് പഠിക്കണം, എനിക്കൊരു ലക്ഷ്യമുണ്ട്. എനിക്ക് വലിയൊരു വലിയൊരു എയർ ഹോസ്റ്റസ് അല്ല, എനിക്ക് ഇങ്ങനെ ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് ആദ്യം ഏവിയേഷൻ പോയിട്ട് പിന്നെ എനിക്ക് IAS ആവണം എന്ന് പറഞ്ഞാൽ ഈ ഏവിയേഷൻ കുറച്ച് കാലമല്ലേ ഉള്ളൂ, നമ്മളുടെ കുറച്ച് ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് IAS എഴുതിയെടുക്കണമെന്നുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് എനിക്ക് വലിയൊരു പാച്ചറ്റ് ഇന്ത്യ റിപ്രസെൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഒന്നും പറ്റുന്നില്ല ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്യാനൊന്നും. ഞാൻ പറഞ്ഞുതരാം, എനിക്ക് ഒരുപാട് അല്ലാത്ത അവസരങ്ങൾ വരുന്നുണ്ട്. ഇൻസ്റ്റയിലായാലും ഒരുപാട് കോൾ മെസ്സേജസ് വരുന്നുണ്ട്. ചില മെസ്സേജുകളാണെങ്കിൽ ലിറ്ററലി അത് ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് വരുന്നത്. നിനക്ക് പൈസയുടെ ആവശ്യമില്ലേ, നീ മോഡലിങ്ങിലല്ലേ, മോഡലിങ്ങിൽ ഉള്ളവരെന്തിനാണ് എന്തെങ്കിലും ചെയ്യാൻ മടിക്കുന്നത്, ഇപ്പോൾ ഒരു തരത്തിലുള്ള ഫോട്ടോ ചോദിക്കുക, കുഞ്ഞോ എസ്തെറ്റിക് ബക്കറ്റ് പറ്റിക്കണം ചോദിക്കുക എന്ന് പറഞ്ഞാൽ നീ മോഡലിങ്ങിലായതുകൊണ്ട് നിനക്ക് എങ്ങനത്തെ രീതിയിലും ഫോട്ടോ എടുത്ത് അയച്ചു തരാം, ജസ്റ്റ് അതൊരു നോർമൽ തിങ്സ് ആണെന്നൊക്കെ പറഞ്ഞ് ചിലർ വിളിച്ച് പറയാറുമുണ്ട്, കോൾ വരാറുമുണ്ട്. ചിലവരുടെയൊക്കെ കടന്നു കയറ്റങ്ങളാണോ എന്നൊന്നും എനിക്കറിയില്ല, ഇപ്പോൾ ക്യാമറ താഴെപ്പോൾ അറിഞ്ഞൂടാ. ബട്ട് അങ്ങനെ ഒരുപാട് വരാറുണ്ട്. ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഫേക്ക് അക്കൗണ്ടാണ്, ഷുവർ ആയിട്ടും അത് ഫേക്ക് അക്കൗണ്ടാണ്. പിന്നെ നമ്മൾ എനിക്കിങ്ങോട്ട് മെസ്സേജ് ഇടുകയാണെങ്കിൽ ഞാൻ എന്തിനാണ് മെസ്സേജ് ഇടാൻ മേടിക്കുന്നത്? അപ്പോൾ ഞാൻ തിരിച്ച് ചോദിക്കും. ഞാൻ ചോദിക്കാതെയൊന്നും ഇരിക്കത്തില്ല. എന്നും പറഞ്ഞ് മറ്റേ എന്താ പറയുക, മോഡലിങ്ങിൽ എല്ലാവരും ഒരു സ്ഥിരമായൊരു രൂപധാരണ, വസ്ത്രധാരണ, എന്താ പറയുക, ലൈക്ക് ഒരു ഇങ്ങനെ പനങ്കൊല്ലം പോലത്തെ മുടിയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്ത്രീകളെ സങ്കല്പിക്കുന്ന പോലെ മോഡലിങ്ങിലുള്ള എല്ലാവരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ സങ്കല്പിക്കുന്നവരുണ്ട്. അപ്പം അതേപോലെ എന്താ പറയുക, മോഡലിങ്ങിനുള്ള ആ കാര്യം ഇതാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളിപ്പോൾ ഒരു പരസ്യം കാണുകയാണെന്ന് വിചാരിക്കുക TV-യിൽ, അല്ലെങ്കിൽ ഒരു സീരിയൽ കാണുകയാണെന്ന് വിചാരിക്കുക. സീരിയൽ കാണുമ്പോൾ എന്തായാലും പരസ്യം വരും, അല്ലെങ്കിൽ ഒരു സിനിമ കാണുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു ഉപ്പിൻ്റെ പരസ്യം കണ്ടിട്ട് നിങ്ങൾ ഉപ്പ് വാങ്ങുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയണം നല്ല ഉപ്പ്, വാ ഗ്രേറ്റ് ഉപ്പ്, ടേസ്റ്റി എന്നൊക്കെ നിങ്ങൾ പറയാണ്, ഫാൻറ്റാസ്റ്റിക് നൂഡിൽസ് എന്നൊക്കെ നിങ്ങൾ പറയാണ്. പക്ഷേ ആ ഉപ്പ് നല്ലതാണെന്ന് നിങ്ങളുടെ അടുത്ത് ഒരു വ്യക്തി പറഞ്ഞു നടത്തില്ലേ? അതാരാണ്? അത് മോഡൽസാണ്. എല്ലാ ജോലി രീതി, എല്ലാ രംഗങ്ങളിലും ഒരു ബാഡ് സൈഡും ഒരു ഗുഡ് സൈഡും കാണും. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതാണ് ആദ്യത്തെ വിവരം വയ്പ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു പ്രോൺസ് ആൻഡ് കോൺസ് കാണും. നിങ്ങൾ മനസ്സിലാക്കുക. എന്താ പറയുക, നമ്മൾ 1ാം ക്ലാസ്സിലെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ് അതൊക്കെ. സാമാന്യമായി പഠിച്ചവർക്ക് അറിയായിരിക്കും, സ്കൂള് കണ്ടവർക്ക് അറിയായിരിക്കും, ഈവൻ ഇഫ് പഠിക്കാത്തവർക്ക് പോലും അറിയായിരിക്കും. ആദ്യമേ അവർ പറഞ്ഞു തരുന്നത് ഒന്നിൻ്റെ എന്താ പറയുക, ഇപ്പോൾ ഒരു ചെടിയെ പറ്റി പഠിപ്പിക്കുകയാണെങ്കിൽ ആ ചെടി ഇത്രയെ കൊലക്കത്തുള്ളൂ, പക്ഷേ ഈ ചെടി ഇത്ര പെട്ടെന്ന് വളരും എന്നൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. കോമൺ സെൻസ്. ഓക്കെ, അതാണ് പറയാൻ വന്നത്. ഒരുപാട് അവസരങ്ങൾ അല്ലാതെ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് മോഡലിംഗ് ചെയ്യുന്നതല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നല്ലൊരു രീതിയിൽ, ഒരു ബാഡ് രീതിയിലും പോകാതെ എനിക്ക് എൻ്റെ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നാണ്. ഈവൻ ഇഫ് എനിക്ക് കേരളനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഐ കാണ്ട് അഫോർഡ് രജിസ്ട്രേഷൻ ഫീസ്. എനിക്ക് രജിസ്ട്രേഷൻ ഫീസ് എനിക്ക് പറ്റുന്നില്ല. ഇപ്പം ഷോയിൻ്റെ കാര്യം തന്നെ ഒരു സൈഡിൽ ഇരിക്കട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾക്കായാലും ഞാൻ ഭയങ്കര വിഷമത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർക്ക് നെഗറ്റീവ് കമൻറ്റ് ഇട്ടാൽ മതി. പക്ഷേ ഒരാളുടെ മനസ്സിൽ പോവും. അയാൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യം എല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുക, അയാളിപ്പോൾ ഒരു വിഷമഘട്ടത്തിലായിരിക്കും. അപ്പം അതൊന്ന് മനസ്സിലാക്കുക. അല്ലാതെ അയാളെ പറയാനോ കുത്തുവാക്കുകൾ ഏൽപ്പിക്കാൻ പാടില്ല. പിന്നെ എൻ്റെ സപ്പോർട്ട് ചെയ്യുന്നവരെ പറ്റി എനിക്ക് പറയണം. എന്നെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ആയാലും, എൻ്റെ ഫാമിലി ആയാലും, അമ്മയായാലും പപ്പയായാലും. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും നേരം അമ്മ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നാണ് പപ്പ വന്നത്. എൻ്റെ അമ്മ സെക്കൻഡ് മാരേജ് കഴിഞ്ഞു. അപ്പം എൻ്റെ പപ്പ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് കൂടുതൽ ഉയരങ്ങളിലെത്താൻ എന്നെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ മറ്റേ കോംപ്ലാനൊക്കെ കുടിച്ചിട്ട് വലുതാവത്തില്ലേ, അതേപോലെ സപ്പോർട്ട് കൊണ്ട് എനിക്കിങ്ങനെ പാറി പറകാൻ. എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ വേറെ ഒന്നും വേണ്ട, നേരെ ഒരു ലക്ഷ്യം, സ്ട്രേറ്റ് വ്യൂ. എനിക്ക് രക്ഷപ്പെടണം. എനിക്ക് ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. മണി മാറ്റേഴ്സ്. പൈസ ഉണ്ടെങ്കിൽ പല ബന്ധങ്ങളും കൂടെ നിൽക്കും, പൈസ ഇല്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കത്തില്ല. അത് എനിക്ക് ഇപ്പോഴും മനസ്സിലായാണ്. എൻ്റെ അപ്പൂപ്പനിപ്പോൾ മരിച്ചായിരുന്നു. അപ്പോൾ പോലും എനിക്ക് മനസ്സിലായ കാര്യമാണ്, പൈസ ഇല്ലെങ്കിൽ ഒരു പൂച്ചക്കുഞ്ഞിൻ്റെ പോലും വില കാണത്തില്ല. കാരണം നിങ്ങളുടെ സങ്കല്പത്തിൽ ഇങ്ങനെയെന്ന് പറയാം, നിങ്ങളുടെ ഒരു ഫാമിലി ഫംഗ്ഷനൊക്കെ പറയുകയാണെങ്കിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് ആർത്തുല്ലസിച്ച് പാടി ചാടി ഓടിയൊക്കെ നടക്കുന്നതായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും എന്താ പറയുക,
അങ്ങനെയൊന്നും ആൾക്കാർ വന്നിട്ടില്ല, വരാനും ആഗ്രഹിക്കുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷെ ജോലി തിരക്കുകൾ കാണണം, വരാത്തവരും കാണും. പക്ഷെ ഞായറാഴ്ചയൊക്കെ എനിക്ക് തോന്നുന്നില്ല, ഡോക്ടർമാരും പിന്നെ പോലീസുകാരും അല്ലാതെ അങ്ങനെ എനിക്ക് ഐ ഡോണ്ട് നോ, എനിക്ക് തോന്നുന്നു ചിലപ്പം ചിലവർക്ക് കാണുമായിരിക്കും. അതൊക്കെ പോട്ടെ, നമുക്ക് അതിനെപ്പറ്റിയൊക്കെ നമുക്കത് പിന്നീട് ചർച്ച ചെയ്യാം. എനിക്കിങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെനിക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലായിട്ട് ഇടണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം മൊത്തം പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. പിന്നെ എൻ്റെ റോൾ മോഡൽ ആൻഡ് ഇൻസ്പിറേഷനൊക്കെ മനീഷ കർവയാണ്. ആ കുട്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു നിലയിലെത്തിയാണ്. പക്ഷേ ഷീ ഹാസ് സപ്പോർട്ട്. ആ കുട്ടിക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. എനിക്കും അതേപോലെ സപ്പോർട്ട് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ അടുത്ത്. കാരണം എന്താ പറയുക, നമ്മളിങ്ങനെ എന്താ പറയുക, കൂനുമേ കുരു എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ ഇങ്ങനെ കുനുമേ കുരു അല്ല, എന്താ പറയുക, എന്തൊക്കെയോ ഒരു പൊക്കോണ്ടിരിക്കുകയാണ്. ഏത് നിലയിലെത്തുമെന്നൊന്നും അറിയത്തില്ല. പാളം ഇങ്ങനെയൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ജീവിതത്തിൽ ഒരു അരിമണിയുടെ എത്രയെങ്കിലും പ്രതീക്ഷ നമ്മൾ വച്ചിരിക്കണം. കാരണം ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ. ചിലപ്പോൾ ഉയർന്ന നിലയിലുള്ളവൻ വീണ്ടും ഉയർന്ന നിലയിലെത്താം, പാവപ്പെട്ടവൻ വീണ്ടും പാവപ്പെട്ടവനാവാം. പക്ഷെ പാവപ്പെട്ടവർ നല്ല നിലയിലെത്താം. ഇതൊക്കെ എല്ലാം ഒരു എന്താ പറയുക, എന്തോ പറയാലോ, ഫേറ്റ്, എന്തോ എൻ്റെ മലയാളം, അയ്യോ ഒരു മിനിറ്റ്, ഓക്കെ, വിധി എന്ന് പറയത്തില്ലേ. പക്ഷേ ചില സമയം ആ വിധിയെ നമുക്ക് എഴുതാൻ പറ്റും. വിധി തിരുത്തി എഴുതാൻ പറ്റാത്തത് ആർക്കാണ്? നമ്മൾ പല കാര്യങ്ങൾക്കും വിക്റ്റിമായിരിക്കും, നമുക്ക് പല കാര്യങ്ങൾക്കും സങ്കടം ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ അതിനെല്ലാം നമുക്ക് ഒരു കാലം ദൈവം തിരിച്ചു തന്നിരിക്കും. എപ്പോഴും ഒരു വ്യക്തിയെ ദൈവം ദുഃഖിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമോ എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ചോദിക്കും, നിന്റെ അമ്മ എന്നും സന്തോഷത്തോടെ അല്ലേ ഇരുന്ന? അയ്യോ, നിന്റെ അമ്മയ്ക്ക് ഇത്രയും പ്രായമായില്ലേ? നിന്റെ അമ്മ ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നില്ല, ഞാൻ ജനിച്ചിട്ട് എൻ്റെ അമ്മ അങ്ങനെ അധികമായി സന്തോഷിച്ച് എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ചിരിക്കുന്നുണ്ട്, എപ്പോഴും ആൾ ചിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്കതൊരു റിയൽ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എപ്പോഴും ആ പുള്ളി അമ്മ പറയുന്ന നല്ലൊരു ഇതിലെത്തിയിട്ട് അമ്മ സന്തോഷിക്കും, അമ്മ ശരിക്കും ഒരുങ്ങും. എനിക്ക് എന്താ പറയുക, എന്നെ പറ്റി അറിയാന്നുള്ള എല്ലാവർക്കും അറിയാം. എനിക്ക് അമ്മയുടെ അടുത്തുള്ള ഒരു അഫെക്ഷൻ, അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യും. എന്താണെങ്കിൽ എനിക്കിപ്പോൾ ഒരു റിലേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഞാനത് വേണ്ടാന്ന് വയ്ക്കും. എന്ന് പറഞ്ഞാൽ മറ്റേ ഇതല്ല, ലവ് അല്ല, ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ആയാൽ പോലും അമ്മയ്ക്ക് വേണ്ടി ഞാനത്, അമ്മ വേണ്ടാന്ന് പറയത്തില്ല, പക്ഷെ എനിക്കത് സെൽഫ്ലി എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ വേണ്ടാന്ന് വയ്ക്കും. സോ എനിക്ക് എൻ്റെ ഫാമിലിയെ സന്തോഷിപ്പിക്കുക, എൻ്റെ അനിയനെ ബോക്സിങ്ങിൽ വിടുക, പിന്നെ എൻ്റെ പപ്പയുടെ കാല് ശരിയാക്കുക, എൻ്റെ അമ്മയെ ഹാപ്പിയാക്കുക, ഇങ്ങനെ കൊച്ചു ആഗ്രഹങ്ങളേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ബുർജ് ഖലീഫ പണിയണമെന്നോ അങ്ങനെയൊന്നും എനിക്ക് ഇങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല എനിക്ക്. പിന്നെ നിങ്ങൾ വിചാരിക്കണായി ഒരുങ്ങി കെട്ടിയിരിക്കുന്ന നിനക്ക് എന്താ പൈസ ഇല്ലേന്ന്? എന്താ പാവപ്പെട്ടവർക്ക് ഒരുങ്ങിക്കൂടെ, സുന്ദരിയായിക്കൂടെ? ഈശ്വരാ, പാവത്തിന് കിട്ടിയ സത്യം കൊടുക്കലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എന്താണ് കിട്ടിയതെന്നായിരിക്കും നിങ്ങൾ കാണാൻ ഇത്രയും നേരം കാത്തിരുന്നത്. കിട്ടുന്നുണ്ട്, ഒരുപാട് അവസരം കിട്ടുന്നുണ്ട്, അതിനെയൊക്കെ പറ്റി ഞാൻ പിന്നീട് പറയാം. പക്ഷെ ഇപ്പം ഒന്നുമില്ല. പിന്നെ എന്നെ മോഡലിങ്ങിൽ സപ്പോർട്ട് ചെയ്ത കുറേ സാർമാരായാലും അല്ലെങ്കിൽ മാംസ് ആയാലും ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയേ ഉള്ളൂ. കാരണം ഇതുവരെ എനിക്ക് എന്തെങ്കിലും ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ കാരണം മാത്രമാണ്. കാരണം അവരുടെ ഒരു സപ്പോർട്ടും ആദ്യത്തെയാണ് എൻ്റെ ടാലൻറ്റ് നീ എവിടെയും കൊണ്ട് കളയരുതെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോഴും മോഡലിങ്ങിൽ മുന്നോട്ട് പോകുന്നത്. എന്തായാലും എനിക്ക് എന്തോ കിട്ടിയോന്ന്, അയ്യോ അവർക്ക് എന്തോ കിട്ടി എന്ന് പറഞ്ഞ് ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും, പിന്നെ അവർക്ക് എന്തോ കിട്ടി, ആ കൊച്ചു രക്ഷപ്പെട്ട് എന്താ കിട്ടിയെന്ന് കണ്ടവർക്കും, പിന്നെ എന്ന് പറഞ്ഞ് കണ്ടവർക്ക് ഒന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നു. സൺ കിസ്ഡ് മീ, സൂര്യനും കൊടുത്താണ്. സോ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.